ഇത് MTയെ സംബന്ധിക്കുന്ന പുസ്തകമല്ല. ഇത് പ്രമീള നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ ട്രാൻസ്ലേറ്ററായിരുന്നു, അവർ എഴുത്തുകാരിയായിരുന്നു. അങ്ങനെ ഒരാൾ ജീവിച്ചതിൻ്റെ ഒരു രേഖയും ഇല്ലാതെ നമ്മൾ അങ്ങനെ ഒരാളെ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ തമസ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അവരെഴുതിയ സാഹിത്യം ഇത് ഇപ്പം നിങ്ങളിവിടെ വന്നതിൻ്റെ കാരണമായിട്ടുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചവർ പ്രമീള നായർ എഴുതിയ പുസ്തകങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവരെഴുതിയ എല്ലാം വായിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ആ കാലത്തൊക്കെ അവരുടെ കൂടെ സഞ്ചരിച്ച അമ്മയും എൻ്റെ അമ്മയുടെ ചേച്ചിയും അവരുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ എങ്ങനെയാണ് ബാഷ്പീകരിക്കപ്പെടുന്നത് എന്ന് ഞാൻ ഫെമിനിസ്റ്റ് ഒബ്സർവേഷൻ നടത്തുന്ന ഒരാളാണ്. ഞാനത് മാത്രമേ അതിൻ്റെ അകത്ത് നടത്തിയിട്ടുള്ളൂ. ഒരു ചെറിയ കാലത്ത് അവർക്കൊരു ദാമ്പത്യം ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ, അത് ആരുമായിട്ട് കൂടെ ഉള്ള ദാമ്പത്യം ആവട്ടെ, അതിൻ്റെ പേരിൽ അവരെഴുതിയതും അവർ ജീവിച്ച ജീവിതവും ഒക്കെ റദ്ദായി പോവുക എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇത് ഇപ്പോൾ പെട്ടെന്ന് ശരി എന്നാൽ അവരെ പറ്റിയൊരു പുസ്തകം എഴുതി കളയാം എന്ന് വിചാരിച്ച് എഴുതിയതല്ല. അവർ മരിച്ചിട്ട് 26 വർഷമായി. ഈ 26 വർഷവും അവരെ പറ്റി പറയുമ്പോഴൊക്കെ ഞാൻ എങ്ങനെയാണ് പുറന്തള്ളപ്പെട്ടിട്ടുള്ളത്, എനിക്ക് ഏൽക്കേണ്ടി വന്ന തിരിച്ചടികൾ എന്താണ്, പ്രമീള നായർ പോലെ ഒരു സ്ത്രീ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ പ്രഷറിൽ കഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസായിട്ട് അവരുടെ പേര് പറയുമ്പോൾ എനിക്ക് കിട്ടിയ തിരിച്ചടികൾ എന്താണ് എന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞത്. ഈ പറയുന്ന ആരെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും വേദനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും വൈരാഗ്യം വെച്ചിട്ട് പറയുകയോ ചെയ്തതല്ല. അതിലുള്ള അന്വേഷണം ഒരു സ്ത്രീ എഴുത്തുകാരിയെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം സ്ത്രീകൾ ഇങ്ങനെ ബാഷ്പീകരിച്ച് പോകുന്നത്, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് എൻ്റെ അകത്ത് എഴുതിയത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് തന്നാൽ, ഒന്നുകിൽ ഇത് ചോദിക്കാമെന്ന് നിങ്ങളാരെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന മുന്നോട്ട് വെച്ചവരോ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ എനിക്കതിനെപ്പറ്റി കമൻറ്റ് ചെയ്യായിരുന്നു. ഞാനതിൽ വസ്തുതാവിരുദ്ധമായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതിലുള്ളത് ആകെ പറഞ്ഞിട്ടുള്ളത് സിത്താര എഴുതിയ ഇമെയിൽ എന്ന പേരിൽ MTയുടെ സമഗ്ര ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ പേജ് നമ്പർ 148 മുതൽ 6 പേജുകളിൽ അവരെഴുതിയ ഇമെയിലിൽ നിന്ന് അവർ കോട്ട് ചെയ്തുകൊണ്ടാണ് അവർ മകൾ അച്ഛനെ പറ്റി പറഞ്ഞതിനെപ്പറ്റി പറഞ്ഞത്. ഹിയർസേ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പുസ്തകം വായിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് പുസ്തകം കൂടുതൽ വിൽക്കപ്പെടണമെന്ന് വിചാരിച്ചിട്ടല്ല, ഒറ്റ കോപ്പി എടുത്തിട്ട് എല്ലാവർക്കും വായിക്കാവുന്നതാണ്. ഈ പറഞ്ഞ പേജിൽ പറഞ്ഞതിൽ കൂടുതലായിട്ട് അതാണ് അതോറിറ്റി. ഞാൻ കോട്ട് ചെയ്യുക ചെയ്തത്. സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും എനിക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല, അതൊക്കെ ഹിയർസേ ആയതുകൊണ്ട് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നീട് അദ്ദേഹം ആരെ കല്യാണം കഴിച്ചു എന്നോ അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്നോ എൻ്റെ വിഷയമേ അല്ല. എൻ്റെ വിഷയം ഈ ഒരു സ്ത്രീ ഇത്ര കാലത്തെ ദാമ്പത്യത്തിന് അതൊരു ഇല്ലിസിറ്റായിട്ടുള്ള ബന്ധമായിരുന്നു എന്നുള്ള മട്ടിൽ പറഞ്ഞപ്പം അങ്ങനെ അല്ല എന്ന് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ലീഗലായിട്ടുള്ള മാരേജും ലീഗലായിട്ടുള്ള സെപ്പറേഷനുമാണ് അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ളത് എന്നും അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് അത് അടയാളപ്പെടുത്തേണ്ടതുണ്ടെന്നും ഞാൻ വിചാരിച്ച്, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കുടുംബത്തിൻ്റെ അന്തസ്സിന് കോട്ടം തട്ടുന്ന വിധത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ പേര് മാത്രം മതി. അതൊരു കൗണ്ടർ നാരേറ്റീവാണ്. ആ പ്രമീള നായർ എന്ന് പറയുന്ന പേര് മാത്രം പറഞ്ഞാൽ കുടുംബത്തിൻ്റെ അന്തസ്സിന് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അത്തരം കാര്യങ്ങളാണ് ഒരു സ്ത്രീയെ ബാഷ്പീകരിച്ച് കളയുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അവരൊക്കെ വിചാരണ ചെയ്യപ്പെടേണ്ടതല്ലേ ആ പ്രവണത എന്നാണ് ചോദിച്ചത്. അല്ലാതെ ആ ഒരു വ്യക്തിക്ക് പിന്നാലെ ഞാൻ പോയിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഇവർ പറഞ്ഞത്, ബാക്കി പ്രമീള നായർ തന്നെ ആത്മകഥാംശമുണ്ട് എന്ന് പ്രമീള നായരും അവരുടെ ഭർത്താവായിരുന്ന MT വാസുദേവൻ നായരും ഒക്കെ പറഞ്ഞിരുന്ന നഷ്ടബോധങ്ങൾ എന്ന് പറയുന്ന അവരെഴുതിയ നേരത്തെ പറഞ്ഞ ആത്മകഥാംശമുള്ള ഫിക്ഷനാണ്, ഓട്ടോബയോഗ്രഫിക്കൽ ഫിക്ഷനാണ്. അതിൽ നിന്ന് കോട്ട് ചെയ്യാൻ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ എൻ്റെ പുസ്തകത്തിൽ അവലംബിച്ചിട്ടുള്ള, നമ്മൾ സാധാരണ റിസർച്ച് ചെയ്യുന്നത് പോലെയാണ് ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഏറ്റവും ഒബ്ജക്റ്റീവായിട്ട് ഞാനത് പൊളിറ്റിക്കലായിട്ടാണ് അതിനെ കണ്ടിട്ടുള്ളൂ. അതിനെ വ്യക്തിപരമായിട്ട് കണ്ടിട്ടേ ഇല്ല. ദാറ്റ് വാസ് എ പൊളിറ്റിക്കൽ കോൾ ഔട്ട്. അങ്ങനെയാണ് ഞാൻ ആ പുസ്തകത്തിനെ കണ്ടത്. പിന്നെ അതിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റു പുസ്തകങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും അച്ചടിച്ച് വന്ന
ഞാൻ പേജ് നമ്പർ കോട്ട് ചെയ്തിട്ട് അതിൻ്റെ എവിടുന്നാണ് അതോറിറ്റി, സോഴ്സ് ഏതാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് എഴുതിയ. ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഞാൻ എൻ്റേതായിട്ട് ഞാൻ കേട്ടതായിട്ടോ പറയുകയല്ല ചെയ്തത്. ഞാൻ അത് മുഴുവനും സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ പ്രിൻ്റ് ചെയ്ത മാറ്ററിന്, ഓൾറെഡി പബ്ലിഷ് ചെയ്ത മാറ്ററിൽ നിന്നും എടുത്ത് കോട്ട് ചെയ്യാണ് ചെയ്തത്. ഈ പ്രമീള നായരുടെ മകളായ സിത്താര അടക്കം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അശ്വതി പറയുന്നത്. എനിക്കതിനെ പറ്റിയിട്ട് കമൻ്റ് ഇല്ല. കാരണം ഞാൻ സിത്താരയുടെ ജീവിതത്തിനെ പറ്റി ഇതിൽ പറഞ്ഞിട്ടില്ല. സിത്താരയുടെ അമ്മയെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് സിത്താര അമേരിക്കയിൽ പോയതിന് ശേഷം അവരുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എനിക്കറിയാവുന്നത്, എൻ്റെ വീട്ടിലെപ്പോഴും വരുന്നതും നമ്മളായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് പ്രമീള നായരാണ്. എനിക്ക് അവരെ പറ്റി പറയേണ്ടതുള്ളൂ, അവരെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സിത്താര എന്താണ് അച്ഛനെയും അമ്മയെ പറ്റിയൊക്കെ പറഞ്ഞതെന്ന് അവരിപ്പം റീസെൻ്റ്ലി ശ്രീകുമാറിന് കൊടുത്ത ഇമെയിൽ നിന്നാണ് ഞാൻ കാണുന്നത്. അതാണ് ഞാൻ എടുത്ത് കോട്ട് ചെയ്തത്. അല്ലാതെ അവരുടെ അടുത്ത് എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ അവരോട് അതൊന്നും സംസാരിച്ചിട്ടില്ല. അവർ പറയുന്നുണ്ട്, ഇതേ ഇമെയിലിൽ അവർ പറയുന്നുണ്ട്, അമ്മ പുസ്തകങ്ങൾ എഴുതിയതായിട്ടൊക്കെ അറിയാം, പക്ഷെ ഞാനൊന്നും വായിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്മയുടെ പുസ്തകമൊക്കെ വായിക്കാവുന്നതാണ്, കാരണം അതിൻ്റെ മുഴുവൻ കോപ്പിറൈറ്റ് അവർക്ക് കൊടുത്തുകൊണ്ടാണ് അവർ മരിച്ചത്.